പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക മുന്നോട്ടുവച്ച സമാധാന നിർദ്ദേശത്തിന് ഇറാൻ ഔദ്യോഗികമായി മറുപടി നൽകി. മേഖലയിലെ സംഘർഷം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. യുദ്ധം 3-ാം മാസത്തിലേക്ക് കടക്കുമ്പോൾ നയതന്ത്ര നീക്കങ്ങൾ അമേരിക്ക ശക്തമാക്കിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി യുഎസ് പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയും ഖത്തർ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. സമാധാന ചർച്ചകൾക്കിടയിലും ലെബനനിൽ ഇസ്രയേൽ ആക്രമണം ശക്തമായി തുടരുകയാണ്. ഇസ്രയേൽ നടത്തിയ ഏറ്റവും പുതിയ ആക്രമണങ്ങളിൽ 22 പേർ കൊല്ലപ്പെട്ടതായി ലെബനീസ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. തെക്കൻ ലെബനനിൽ 10 ഹിസ്ബുള്ള പോരാളികളെ വധിച്ചതായും അവരുടെ കേന്ദ്രങ്ങൾ തകർത്തതായും ഇസ്രയേൽ സൈന്യം അവകാശപ്പെട്ടു. മേഖലയിലെ ഏറ്റവും വലിയ സംഘർഷ കേന്ദ്രമായി ഹോർമൂസ് കടലിടുക്ക് മാറിയിരിക്കുകയാണ്. ഇറാനെതിരായ അമേരിക്കൻ ഉപരോധങ്ങൾ പാലിക്കുന്ന രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് ഈ ജലപാതയിലൂടെയുള്ള സഞ്ചാരത്തിന് തടസ്സങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഇറാൻ സൈന്യം മുന്നറിയിപ്പ് നൽകി. തങ്ങളുടെ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണമുണ്ടായാൽ മേഖലയിൽ ഉടനീളമുള്ള യുഎസ് കേന്ദ്രങ്ങൾ ലക്ഷ്യം വയ്ക്കുമെന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്.